ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദി. നാളത്തെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. ഇതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് എന്തായാലും വരിക. അതുകൊണ്ട് ആരും വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കൂൾ ഓഫ് ടൈം 2 hours 50 minutes ആണ്. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയമാണ്. ആ സമയം ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. കാരണം നമുക്ക് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതിയെടുക്കാം. നമുക്ക് ഏറെക്കുറെ 5 ആക്ടിവിറ്റീസ്, ഏറെക്കുറെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആരും അത് മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ധൂപ് ആഗയി എന്ന കവിതയിലുള്ള ചോദ്യമാണ് ഫസ്റ്റ് നമുക്ക് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ പാറ്റേണിന് റിപ്പീറ്റ് ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. കാരണം ധൂപ് ആഗയി എന്നുള്ള നിങ്ങൾ കവിത നല്ലവണ്ണം വായിച്ച് അതിൻ്റെ ലൈൻസൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രയാസമൊന്നുമില്ല. ഇവിടെ ആഗയി, സുബ സുബ ധൂപ് ഇങ്ങനെ തിരിച്ചിട്ട് തന്നിട്ടുണ്ട്. വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്തിട്ടാണ് തന്നത്. ഓക്കെ, ധൂപ് ആഗയി സുബ സുബയ്ക്ക് എന്നാണ് നമ്മുടെ കവിതയുടെ ആദ്യത്തെ ലൈന്. അപ്പോൾ ഇവിടെ സംഭവം എല്ലാം തന്നിട്ടുണ്ട്. ധൂപ് തന്നിട്ടുണ്ട്, ആഗി തന്നിട്ടുണ്ട്, സുബ സുബക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ഓർഡറിൽ എഴുതണം. അപ്പം ആദ്യം നമ്മൾ ധൂപ് എഴുതാം. ഓക്കെ, ആദ്യം നമ്മൾ ധൂപ് എഴുതി, പിന്നെ നമ്മൾ ആഗയി, ധൂപ് ആഗയി സുബ സുബക്കോ. അപ്പം നമ്മൾ അത് അറിഞ്ഞിരിക്കണം. നമ്മൾ കവിതയുടെ വരികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ധൂപ് ആഗയി രണ്ടാമത് എഴുതി, മൂന്നാമത്തേത് സുബ സുബക്കോ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ലൈന് കല്യാം പ്യാരി പ്യാരി മെഹക്കി. അപ്പോൾ സെക്കൻഡ് ലൈൻ നോക്കിയാൽ കല്യാം ഇവിടെ ഏതാണ്? ഇതാണ് കല്യാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് എഴുതേണ്ടത്. പിന്നെ രണ്ടാമത് പ്യാരി പ്യാരി, പ്യാരി പ്യാരി ഇവിടെ ആണ് ഉള്ളത്. അപ്പോൾ കലിയാം പ്യാരി പ്യാരി പിന്നെ മെഹക്കി നടുവിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കലിയാം ആദ്യം എഴുതുക, പ്യാരി രണ്ടാമത് എഴുതുക, പിന്നെ മെഹക്കി രണ്ടാമത് എഴുതുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ലൈന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കലിയാം ക്യാരി ക്യാരി മെഹക്കി, അതാണ് മൂന്നാമത്തെ വരി. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള മൂന്നാമത്തെ വരി കലിയാം ക്യാരി ക്യാരി എന്നാണ്. അപ്പോൾ നമ്മൾ കലിയാം, ഇവിടെ കലിയാം ഉണ്ട്, അത് നമ്മൾ ആദ്യം എഴുതുക. പിന്നെ ക്യാരി ക്യാരി നമ്മൾ രണ്ടാമത് എഴുതുക, മെഹക്കി മൂന്നാമത് എഴുതുക. ഇനി അടുത്തത് കലിയാം ഇത്തിനി സാരി മെഹക്കിയ. കലിയാം ഇത്തിനി സാരി മെഹക്കിയ എന്നുള്ളതിൽ കലിയാം ഇവിടെ ഉണ്ട്. ഓക്കെ, കലിയാം ഇവിടെ ഉണ്ട്. ആദ്യം കലിയാം ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തത് ഇത്തിനി സാരി, ഇത്തിനി സാരി രണ്ടാമത് നമ്മൾ എഴുതുക. കലിയാം ആദ്യം എഴുതുക, പിന്നെ ഇത്തിനി സാരി എഴുതുക, പിന്നെ മെഹക്കി എഴുതുക. അപ്പോൾ നമ്മൾ നല്ലവണ്ണം പദ്യം വായിച്ച് കവിത വായിച്ച് നോക്കണം. അതിലെ അർത്ഥങ്ങൾ നമുക്ക് വരികൾ ഇങ്ങനെ എഴുതാൻ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തെഴുതേ വേണ്ടു. നമ്മൾ എഴുതാൻ ബൈഹാർട്ട് പഠിക്കണം എന്നില്ല. കാരണം നിങ്ങൾക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, ക്യാ മെഹക്ക് രഹി ഹെ. എന്താണ് മെഹക്ക് രഹി ഹെ? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, കലിയാൻ, ധൂപ്പ്, ചിരിയാം, സൂരജ്. അപ്പോൾ ഇവിടെ സെന്റൻസ് നോക്കൂ, കലിയാൻ ക്യാരി ക്യാരി മെഹക്കി. അപ്പോൾ എന്താണ് ഉത്തരം? കലിയാം ആണ്, മുട്ടുകളാണ്. അപ്പോൾ കലിയാം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലേക്ക് യാന്ന് എടുത്തെഴുതുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതും ഒരു പദ്യവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഓക്കെ, ചിടിയ കാ ഘർ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, 5 വരി തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്? ആദ്യത്തെ വരി എന്താണ്? ചിടിയ ലിയേ ചോഞ്ച് മേ തിൻക. ചിടിയ ലിയേ ചോഞ്ച് മേ തിൻക. അവിടെ ചിടിയ നമുക്ക് ഇവിടെ എഴുതി. പിന്നെ രണ്ടാമത് ചോഞ്ച് മേ എന്നാണ്, അത് രണ്ടാമത് എഴുതി. പിന്നെ തിൻക നമ്മൾ മൂന്നാമത് എഴുതുക. ഇനി രണ്ടാമത്തെ ലൈന് നോക്കുക, ചലി ബനാനെ ഘർ. ചലി ബനാനെ ഘറിൽ ചലി ഇതാ ഇവിടെ ഉണ്ട്, ചലി. പിന്നെ രണ്ടാമത് ബനാനെ, ബനാനെ ഇവിടെ ഉണ്ട്, ബനാനെ ഘർ. ഘർ മൂന്നാമത് അവിടെ തന്നെ ഉണ്ട്, നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ വരി നോക്കാം, കോൻ രഹേഗ കോൻ രഹേഗ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലൈന് കോൻ ഇവിടെ ഉണ്ട്, കോൻ. പിന്നെ അടുത്തത് രഹേഗ ആണ്, രഹേഗ ഇവിടെ ഉണ്ട്, രഹേഗ. പിന്നെ അടുത്ത കോൻ രഹേഗ അത് ഇവിടെ ഉണ്ട്, അത് നമ്മൾ എടുത്തെഴുതുക.
ഇനി നാലാമത്തെ വരി നോക്കുക. ഉസ് ഘർ കെ അന്തർ, ഉസ് ഘർ കെ അന്തർ. അപ്പൊ ഉസ് എവിടെയുണ്ട്? ഉസ് ഇവിടെയുണ്ട്. ഉസ് പിന്നെ ഗർക്കെ ഇവിടെയുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് അന്തർ, അന്തർ ഇവിടെയുണ്ട്. അപ്പൊ എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഇനി ലാസ്റ്റത്തെ ലൈൻ നോക്കുക. ചിടിയാക്കോ ദോ ബച്ചേ ഹോഗെ. അപ്പൊ ചിടിയ എന്ന് പറയുന്നത് ഇവിടെ. ചിടിയാക്കോ ചി ഡി യാ കോ എത്ര ബച്ചയുണ്ട്? ദോ ബച്ചെ. അപ്പൊ ദോ ഇവിടെ ഉണ്ട്, ദോ ബച്ചെ ഇവിടെ ഉണ്ട്. ദോ ബച്ചെ ഹോഗെ അതാ ഇവിടെ ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. ചോഞ്ച് മേ എന്താണ്? ചോഞ്ച് മേ കിസ്നെ തിൻകാ ലിയേ. ചോഞ്ച് മേ കിസ്നെ തിൻകാ ലിയേ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയാല് ചോഞ്ച് മേ കിസ്നെ തിൻകാ ലിയാ ഹെ. ആരാണ് ചോഞ്ച് മേ കിസ്നെ തിൻകാ ലിയ? ചിടിയ എന്ന് ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ഉത്തരം മുഴുവനായി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് കളർ ചെയ്യാനുള്ളതാണ്. നിർദ്ദേശിക്കെ അനുസാർ രംഗ് തരം. ഇവിടെ ഒന്നാമത് അടയാളപ്പെടുത്തിയതൊക്കെ കാലായിലാണ്. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. രണ്ടാമത് അടയാളപ്പെടുത്തിയൊക്കെ ഹരയാണ്, പച്ചയിലാണ്. ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പാണ്, റെഡാണ്. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ നിർദ്ദേശിച്ച സ്ഥലത്ത് ആ കളർ തന്നെ നമ്മൾ കളർ ചെയ്യണം. കാല കളർ എടുക്കാം. കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കറുപ്പാണ്. അപ്പോൾ നമ്മൾ കറുപ്പ് എടുത്തു. ബ്ലാക്ക് എടുത്തിട്ട് ബ്ലാക്ക് 1 ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലാക്ക് നമ്മൾ 1 നല്ല വെണ്ണ പുറത്തേക്കൊന്നും പോകാണ്ട് നല്ല വൃത്തിയിൽ നമ്മൾ ബ്ലാക്ക്, അതായത് കാല നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഹരയാണ് രണ്ടാമത്തേത്. ഹര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണ്. പച്ച എവിടെയൊക്കെയാണ്? ഇതാ 2 എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പച്ച നമ്മൾ കളർ ചെയ്യണം. പിന്നെ 3 എന്താണ്? ലാലാണ്, അതായത് റെഡ്. അപ്പൊ 3 എഴുതിയ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ് നമ്മൾ കളർ ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്തത് നീലയാണ്, അതായത് ബ്ലൂ ആണ്. അപ്പൊ 4 സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലൂ കളർ ചെയ്യണം. പുറത്തേക്ക് പോകാതെ നല്ല വൃത്തിയിൽ നമ്മൾ കളർ ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ നല്ല വൃത്തിയിൽ കളർ ചെയ്യുക. 4 മാർക്കാണ് നമുക്ക് ലഭിക്കുക. പിന്നെ ഈ കിസ്ക ചിത്ര ഹേ, ഇതിപ്പോ എന്തിന്റെ ചിത്രമാണ്? ബാദലാണോ, ചിടിയാണോ, തിത്തിലിയാണോ, ഫൂലാണോ? അപ്പൊ നമുക്കറിയാം ഇത് പൂമ്പാറ്റയുടെ ചിത്രമാണ്. അപ്പൊ പൂമ്പാറ്റയ്ക്ക് എന്താ പറയുക? ബട്ടർഫ്ലൈ, തിത്തിലി. അപ്പൊ തിത്തിലിന്ന് നമ്മൾ ഇവിടെ എഴുതുക. ആ തിത്തിലി ഇവിടെ ഉണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതൊന്നും വേണ്ട, ഇവിടെ ഉണ്ട് തിത്തിലി. ഓക്കെ. അപ്പൊ നമുക്ക് അതും മാർക്ക് കിട്ടി. അപ്പൊ കളറ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചയാണ്, ഗ്രീൻ ആണ്. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ചിത്ര പഹച്ചാന് ഒരു നാം ചുൻകലിക്ക്. നമ്മൾ ചിത്രം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ പേര് എഴുതുക. പേര് ഇതവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ എന്താണ്? പക്ഷിയാണല്ലേ. അപ്പൊ പക്ഷിക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? ചിടിയാണ്. ചിടിയ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഇങ്ങോട്ട് എഴുതുക. ചിടിയ. ഇനി അടുത്തത് എന്താണ്? ഇത് മൊട്ടാണ്, പൂമൊട്ടാണ്. പൂമൊട്ടിന് കലി എന്നാണ് പറയുക. അത് ഇവിടെ ഉണ്ട്. അപ്പം കാലി. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഡോഗാണല്ലേ. അപ്പൊ അതിനെന്താ നമ്മൾ പറയാ? പില്ല എന്നാണ് പറയാ. അപ്പൊ പില്ല് ലായുടെ ഒരു പകുതി ലാ ഫുള്ള്, പില്ല. ഓക്കെ. പില്ല. ഓക്കെ. ഇനി അടുത്തത് ഇത് പുസ്തകമാണ്. പുസ്തകത്തിന് നമ്മൾ പറയാ കിതാബ് എന്നാണ്. കിതാബ്. ഇനി അടുത്തത് ഈച്ചയാണ്. ഈച്ചക്ക് പറയാ മക്കി എന്നാണ്. കായുടെ പകുതി പിന്നെ മക്കി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്. പില്ല എന്ന് പറഞ്ഞാൽ ഡോഗാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്. ഓക്കെ. ഇനി അടുത്തത് മനസ്സിലായല്ലോ? ചിടിയ ബേർഡ്, കലി ബഡ് എന്ന് പറഞ്ഞാൽ പൂമൊട്ട്, പില്ല പപ്പി, കിതാബ് ബുക്ക്, മക്കി ഈച്ച. ഇനി നമുക്ക് അടുത്തത് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. നോക്കുക. എന്താണ്? ഇത് വീടിന്റെ ചിത്രമാണ്. ഇത് ഫ്ലവർ ആണ്. ഇത് ട്രീ ആണ്. ഇത് ഫിഷ് ആണ്. ഇതൊരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ഇത് വീടാണ്. വീടിന് നമുക്ക്
എന്താ പറയുക, വീടിന് ഹിന്ദിയിൽ എന്താ പറയുക, ഗർ എന്നാണ് പറയുക. വീടിന് ഗർ എന്നാണ് പറയുക. അപ്പം നമ്മൾ ഗർ ഇവിടെ എടുത്തെഴുതി. ഇനി അടുത്തത് പൂവ്. പൂവിന് നമ്മൾ എന്താ പറയുക, ഫൂൽ എന്നാണ് പറയുക. ഓക്കെ, പൂവിന് നമ്മൾ ഫൂൽ എന്നാണ് പറയുക. ഓക്കെ, ഫൂൽ ഇവിടെയാണ്. അപ്പോൾ ഫൂൽ. അപ്പോൾ നമ്മൾ എഴുതി, ഫൂൽ എഴുതി. ഓക്കെ, ഇനി നമ്മൾ പേടിന് ട്രീക്ക് നമ്മൾ പേട് എന്നാണ് പറയുക. ഇനി ഫിഷിന് എന്താ പറയുക, മച്ചിലി. മച്ചിലി. ഇനി അടുത്തത് നമുക്ക് പെൺകുട്ടിക്ക് എന്താ പറയാ, പെൺകുട്ടിക്ക് എന്താ പറയാ, ലടുക്കി. ലാ ഓക്കെ, അപ്പൊ സെറ്റാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഗർ ഏതാണ്, ഗർ ഇതാണ്, പിന്നെ ഫൂൽ ഇതാണ്, പേട് ഇതാണ്, ഫിഷ് മച്ചിലി, ലടുക്കി ഇതാണ്. അപ്പോൾ നമുക്ക് അത് മനസ്സിലായല്ലോ. ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്, ഫൂല് ഫ്ലവർ ആണ്, പേട് ട്രീ ആണ്, മച്ചിലി ഫിഷാണ്, ലടുക്കി ഗേൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചിത്രം നോക്കിയിട്ട് നമ്മൾ ഉത്തരം എഴുതാനാണ്. ഓക്കെ, ഇവിടെ രാത്കോ ഉണ്ട്, ബിസ്കൂത്ത് ഉണ്ട്, നീതുക്കെ സാത്ത് ഉണ്ട്, കിതാബ് ഉണ്ട്, പങ്കുക്കെ എന്നുണ്ട്. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ടോമിക്കോ ക്യാ ഖാന പസന്ത് ഹേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ടോമിക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം. ഖാന എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം. എന്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ബിസ്കൂത്താണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബിസ്കൂത്ത്, അപ്പോൾ നമ്മൾ ബിസ്കൂത്ത് എന്ന് ഇവിടെ എടുത്തെഴുതുക, ബിസ്കൂത്ത്. ഓക്കെ, ഇനി അടുത്ത ടോമി കിസ്കെ നീച്ചെ സോത്ത ഹെ. ടോമി എന്തിൻ്റെ താഴെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ, ഫാനാണ്. ഫാനിന് എന്താ പറയുക, പങ്കാണ്. അപ്പോൾ പങ്ക് കെ. ഓക്കെ, പങ്ക് കെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ടോമി കിസ്കെ സാത്ത് ഖേൽത്തെ ഹെ. ടോമി ആരുടെ കൂടെയാണ് കളിക്കുന്നത്. ടോമി ആരുടെ കൂടെയാണ് കളിക്കുന്നത്, ലോമി. നീതുക്കെ സാത്ത് ഖേൽത്തെ ഹെ. അപ്പോൾ നീതുക്കെ സാത്ത് എന്ന് അവിടെ എഴുതുക. ഇനി അടുത്തത് ടോമി ക്യാ പഠിത്താ ഹെ. ടോമി എന്താ വായിക്കുന്നത്. ടോമി പുസ്തകമാണ് വായിക്കുന്നത്. അല്ലേ, എപ്പോഴാണ് അവർ കണ്ടുമുട്ടിയത്, രാത്കോ ആണ്. അപ്പൊ നമ്മൾ രാത്കോ എന്ന് ഇവിടെ എഴുതുക, രാത്കോ. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. രാത്കോ. അപ്പൊ ആദ്യത്തെ ചോദ്യം, ടോമിക്ക് ക്യാ ഖാന പസന്ത് ഹെ, അത് ബിസ്കുട്ട് നമ്മളിവിടെ എഴുതി. പിന്നെ ടോമി കിസ്കെ നീച്ച് സോത്താ ഹെ, എന്തിന്റെ അടിയിലാണ് ഉറങ്ങുന്നത്, പങ്ക് കെ സാത്ത്. അതായത് പങ്ക് എന്ന് പറഞ്ഞാൽ ഫാനാണ്. ഇനി അടുത്ത ചോദ്യം, ടോമി കിസ്കെ സാത്ത് കേൾത്താ ഹെ, ആരുടെ കൂടെയാണ് കളിക്കുന്നത്, നീതു കെ സാത്ത്. അപ്പോൾ നമ്മൾ നീതു കെ സാത്ത് എന്ന് ഇവിടെ എഴുതുക, അതിങ്ങോട്ട് എടുത്ത് എഴുതുക. പിന്നെ നമ്മൾ അടുത്തത് എന്താണ്, ടോമി ക്യാ പഠിത്താ ഹെ, എന്താണ് പഠിക്കുന്നത്, കിതാബ് പുസ്തകമാണ്. അപ്പോൾ കിതാബ് എന്ന് എഴുതുക. പിന്നെ നീതുക്കോ ടോമി കബ് മിലെ, എപ്പോഴാണ് അവർ കണ്ടുമുട്ടിയത്, രാത്കോ. അപ്പോൾ രാത്രി എന്നുള്ളതും അവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ എഴുതി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ചിത്രക്കെ അനുസാർ വാക്യം ലിഖേ. അപ്പം ലടുക്കി. ഓക്കെ, ലടുക്കി എന്താ ചെയ്യുന്നത് ഇവിടെ, അതെന്താന്ന് ചോദിക്കുക. ലടുക്കി ഖാത്താ ഹെ, ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം എന്താ നമ്മൾ എഴുതുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് ഖാ എന്നാണ്, ഖാത്തി ഹെ. അപ്പോൾ ഖാത്തി ഹെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഖാ തീ ഹെ. ഇനി അടുത്തത് എന്താണ്, ബോൾ കളിക്കുകയാണ്. അപ്പം ഖേൽത്തേ ഹെ എന്നല്ല പറയാ, ഖേൽത്തി ഹെ. അതാണ് ഖേൽത്തി ഹെ, കളിക്കുക എന്നുള്ളതിന് ഖേൽത്തി ഹെ. ഇനി അടുത്തത് എന്താണ്, ഓടുകയാണല്ലേ. അപ്പം എന്താ എഴുതുക, ഓടുന്നതിന് എന്താ പറയുക, ദൗഡ്ത്തി ഹെ. മൂന്നാമത്തേത്. അപ്പം ദൗഡ്ത്തി ഹെ. അപ്പം എന്താ എഴുതുക, ദൗഡ്ത്തി ഹെ. ഓക്കെ, ഇനി നാലാമത് എന്താണ്, ഇരിക്കുകയാണല്ലേ ഉള്ളത്. അപ്പം എന്താ ബൈഡ്ത്തി ഹെ എന്നാണ്. ഇരിക്കുന്നതിന് എന്താ പറയുക, ബൈഡ്ത്തി ഹെ. ബൈഡ്ത്തി ഹെ ഇരിക്കുക. ഇനി അഞ്ചാമത്തെ എന്താണ്, ഉറങ്ങാണ്. ഉറങ്ങുന്നതിന് എന്താ പറയുക, സോതാ ഹെ. തീ എന്നാണ് പറയാം, ഗേൾ ആയതുകൊണ്ട് സോത്തി ഹെ. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഖാത്തിഹ എന്ന് പറഞ്ഞാൽ ഈറ്റിങ്, ഖേൽത്തിഹ എന്ന് പറഞ്ഞാൽ പ്ലേയിങ്, ദൗഡ്ത്തിഹ എന്ന് പറഞ്ഞാൽ റണ്ണിങ്, ബൈഡ്ത്തിഹ എന്ന് പറഞ്ഞാൽ സിറ്റിങ്, സോത്തിഹ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിങ്. ഓക്കെ, ഇനി നമുക്ക് കവിത വായിച്ചിട്ട് ഓർഡറിൽ എഴുതാനാണ്. ഓക്കെ, ഇവിടെ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ,
ഫസ്റ്റ് നീതു കാ പില്ല ഏക്ക്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് ബദൻ പെ ഉസ്കെ രുയേ അനേക്ക്. അത് എവിടെ ഉള്ളത്? അത് ഇവിടെ ആണുള്ളത്. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതണം. പിന്നെ ചോട്ടി ടാങ്കെ ലെമ്പി പൂച്ച് അത് എവിടെയാണ്? അത് ഇവിടെ ആണുള്ളത്. അത് മൂന്നാമത്തെ ലൈനായിട്ട് എഴുതണം. ഭൂരി ദാദി കാലി മോച്ച് അത് നാലാമത്തേത് എവിടെ ഉള്ളത്? ഇവിടെ ആണുള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതണം. മക്കീസെ വഹിൽ എടുത്ത ഹെ അത് എവിടെ ഉള്ളത്? മക്കീസെ വഹിൽ എടുത്ത ഹെ ഇതാണ്. അത് നമ്മൾ അഞ്ചാമതായിട്ട് എഴുതണം. ഗഡേ ഗഡേ കിർ പടുത്ത ഹെ അത് ആറാമത്തെ ലാസ്റ്റ് ലൈനാണ്. അത് ഇവിടെ ആണുള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതാണ്. ഇതിൽ രണ്ടും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാറ്റേൺ സെയിം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഫുള്ള് കിട്ടും. പിന്നെ പാഠം നല്ലവണ്ണം വായിക്കുക, കവിതകൾ വായിക്കുക. അത് കവിത ഓർഡറിൽ എഴുതാൻ തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ.